അഴുത്തലക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ തീരദേശ യാത്രകളിൽ ഒന്നാണ് പാമ്പൻ പാലത്തിലൂടെയുള്ളത്. കടലിന് നടുവിലൂടെയുള്ള ഈ ട്രെയിൻ യാത്രയും റോഡ് യാത്രയും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ മായാത്ത ഓർമ്മകൾ സമ്മാനിക്കും. രാമായണത്തിന്റെ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന കടലും തീർത്ഥാടനവും ഒത്തുചേരുന്ന രാമേശ്വരത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കുടുംബത്തോടൊപ്പം നടത്തിയ ഈ യാത്രയെ വിശേഷങ്ങളും രാമേശ്വരത്തിന്റെയും ധനുഷ്കോടിയുടെയും ചരിത്രവും ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നു. രാമേശ്വരം അമ്പലത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എങ്കിലും ഞാൻ കുറച്ചു കാര്യങ്ങൾ പറയാം. രാമേശ്വരം രാമനാഥ സ്വാമി ക്ഷേത്രം ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിലൊന്നാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്രത്തിനുള്ളിലെ 22 തീർത്ഥക്കുളങ്ങളാണ്. ഓരോ കുളത്തിലെയും വെള്ളത്തിൽ കുളിക്കുന്നത് പുണ്യമായിട്ടാണ് ഭക്തർ കരുതുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ 4 അമ്പല ഇടനാഴിയും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. രാവണവധത്തിന് ശേഷം രാമൻ ശിവനെ ആരാധിച്ച ഇടം എന്ന നിലയിൽ വലിയ ആത്മീയ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. പിന്നെ ഒരു പ്രത്യേക കാര്യം, പൈസ കൊടുത്താൽ കുളത്തിലെ വെള്ളമെല്ലാം നമ്മൾ നിൽക്കുന്നിടത്തേക്ക് എത്തൂട്ടോ. ഇനി ധനുഷ്കോടിയെ കുറിച്ച് പറയാം. രാമേശ്വരത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ധനുഷ്കോടി. ഇവിടെ കേവലം മനോഹരമായ ഒരു ബീച്ചല്ല, മറിച്ച് വേദന നിറഞ്ഞ ഒരു ചരിത്രം കൂടിയാണ്. 1964 ഡിസംബർ മാസത്തിലുണ്ടായ അതിഭീകരമായ ചുഴലിക്കാറ്റ് ധനുഷ്കോടി എന്നൊരു നഗരത്തെ ഉപ്പാടെ ഇല്ലാതാക്കി. തിരമാലകൾ അന്ന് ഈ കൊച്ചു പട്ടണത്തെ വിഴുങ്ങി. അന്ന് ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ പോലും കടലിൽ മുങ്ങിപ്പോയെന്നാണ് ചരിത്രം. ഇന്ന് പഴയ റെയിൽവേ സ്റ്റേഷന്റെയും പോസ്റ്റ് ഓഫീസിന്റെയും ചർച്ചിന്റെയും അവശിഷ്ടങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സ്ഥലം പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യർ എത്ര നിസ്സഹായരാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു കാലത്ത് തിരക്കേറിയ ഒരു പട്ടണമായിരുന്നു ധനുഷ്കോടി. ഇന്ന് ഒരു ഗോസ്റ്റ് ടൗൺ അഥവാ പ്രേത നഗരമായി മാറിയിരിക്കുന്നു. എങ്കിലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്. രാമേശ്വരത്തിന്റെ ആത്മീയതയും ധനുഷ്കോടിയുടെ നിശബ്ദമായ ചരിത്രവും ചേർന്ന ഈ യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത് വലിയൊരു അനുഭവമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്ന് നിങ്ങളുടെ സ്വന്തം അഴുത്തലക്കാരൻ.